ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ഫെഡറൽ നിലയം തലപ്പറമ്പിൽ വെച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെയും ബഷീർ അമ്മ മലയാള സാഹിത്യ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ജൂലൈ 5 ബഷീർ ചരമദിനത്തിൽ ബഷീർ ദിനമായി ആചരിക്കുന്ന മഹനീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം MN കാരശ്ശേരി മാഷിനും ബഷീർ അമ്മ മലയാളം പുരസ്കാരം KA ബീന മാമിനും ലഭിക്കുകയുണ്ടായി. ക്യാൻഫഡിന്റെ ഈ വർഷത്തെ ബെസ്റ്റ് കോർഡിനേറ്റർക്കുള്ള PT ഭാസ്കര പണിക്കർ പുരസ്കാരം ലഭിച്ച വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ കർമ്മസാരഥി PG ഷാജിമോനെയും ആദരിച്ചു. ഈ ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. കവിത ആദ്യം ആരംഭിക്കും. വാക്കുകൾ കൊണ്ട് വർണ്ണങ്ങൾ വിരിയിച്ച മലയാള നാടിൻ്റെ പുണ്യം, അക്ഷരവർഷങ്ങൾ പൊലിമകൾ ചാർത്തിയ മലയാള നാടിൻ്റെ പുണ്യം, വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ശ്രീ കിളിരൂർ രാധാകൃഷ്ണൻ സർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാ പ്രമുഖർക്കും വേദിയിലും സദസ്സിലുമുള്ള ബഷീർ ആസ്വാദകർക്കും നമസ്കാരം. ആരാണ് MN കാരശ്ശേരി? ചേകന്നൂർ മൗലവിയുടെ കേസിൻ്റെ കാലം മുതൽ തൻ്റെ വ്യക്തിത്വം, തൻ്റെ നട്ടല് എവിടെയാണ് എന്ന് തെളിയിച്ച ആളാണ് MN കാരശ്ശേരി. ഇന്നും അന്നും ഇന്നും. അന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു, ഇന്ന് അദ്ദേഹം സ്വതന്ത്രമാണ്. ഈ വ്യത്യാസമുള്ളൂ. അന്നും ഇന്നും രാഷ്ട്രീയമോ ജാതി മത ഭേദങ്ങളോ ഒന്നും നോക്കാതെ, ആരെയും കൂസാതെ, അതാണ് ഞാൻ നട്ടല്ലെന്ന് പറഞ്ഞത്, ആരെയും കൂസാതെ
തനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സാംസ്കാരിക മാധ്യമ പ്രവർത്തകൻ തന്നെ പറയാം. കാരണം ഇന്ന് എല്ലാ ചാനലുകളിലും ചർച്ചകളിൽ മിക്കവാറും പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് എം എൻ കാരശ്ശേരി. കാരശ്ശേരി മാഷ് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നാണ് ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരുടെ ഒന്നും അഭിപ്രായമല്ല. കാരശ്ശേരി മാഷ് എന്താ പറഞ്ഞത്? കാരശ്ശേരി മാഷ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനും അതിനോട് യോജിക്കുന്നു. പ്രിയപ്പെട്ട മുല്ലക്കര സാറിനെ പുരസ്കാര സമർപ്പണമുള്ള പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്മാരക സമിതി ചെയർമാൻ കിളിരൂർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ഈ ചടങ്ങിൽ മന്ത്രി മുല്ലക്കര രത്നാകരൻ ബഷീർ ബാല്യകാല സഹി പുരസ്കാരം എം എൻ കാരശ്ശേരി മാഷിനും ബഷീർ അമ്മ മലയാളം പുരസ്കാരം കെ എ ബീനയ്ക്ക് നൽകുകയുണ്ടായി. വാർത്തയാവില്ലേ? ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ ദീർഘകാല സുഹൃത്ത് കിളിരൂർ രാധാകൃഷ്ണൻ, ഇവിടെ എനിക്കും വീണയ്ക്കും പുരസ്കാരം തരാൻ വേണ്ടി മൂന്ന് തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തിച്ചേർന്ന മന്ത്രി എഴുത്തുകാരൻ മുല്ലക്കര നാഗർ, എൻ്റെ ദീർഘകാല സുഹൃത്ത് പോൾ മണലി, എൻ്റെ പ്രിയ സുഹൃത്ത് തമ്പി ആൻ്റണി, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ കൂടെ അവാർഡ് നേടിയ അമ്മ മലയാളം പുരസ്കാരം നേടിയ വീണയെ അനുമോദിക്കുക. ആ കൂട്ടത്തിൽ PT ഭാസ്കര പണിക്കർ ഞാനോട് വളരെ വ്യക്തിപരമായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ അവാർഡ് നേടിയ ഷാജിമോനെയും ഞാൻ അനുമോദിക്കുന്നു. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാഹിത്യത്തിലൊക്കെ ഒരു മഹാസ്പർശമായിട്ട് മാറും. അദ്ദേഹം 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഘട്ടത്തിൽ പോകുന്നത് സബർമതിയിലേക്കല്ല, കള്ളവണ്ടി കയറി എത്തുന്നത് കോഴിക്കോട്ടാണ്. മുഹമ്മദ് അബ്ദുറഹിമാന്റെ രത്നാകരനും പോൾ മണലിനും ഒക്കെ അഭിപ്രായം ഉണ്ടെന്നതായിരിക്കാം. ഞാൻ അങ്ങനെയൊക്കെ ആണെന്ന് കേട്ടുകൊണ്ടിരുന്നതല്ല. അല്ല, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് ഉപചാരങ്ങളാണ്. ഉപചാരങ്ങളെ വളരെ പരിഹസിക്കുന്ന ഒരാളാണ് ബഷീർ. അദ്ദേഹം വൈക്കം ചന്ദ്രശേഖരൻ പ്രിയ സുഹൃത്താണ്, കത്തയക്കാം. അതാണ് എഴുതി, ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ നായർ എന്നാണ് കത്ത് തുടങ്ങിയത്. അതിന്റെ അടിയിൽ ഒപ്പിട്ടതിന്റെ അടിയിൽ എഴുതി NB, ബഹുമാനപ്പെട്ട അന്ന് വെറുതെ എഴുതിയതാണ്. ഏത് ഘട്ടത്തിലും നമ്മള് ബഷീറിന്റെ എഴുത്തിനെ പറ്റി പറയും.
അതിനെപ്പറ്റി നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ടത് അദ്ദേഹം എഴുത്തുകാരനൊക്കെ പിന്നെ ആയതാണ്. അദ്ദേഹം നേരത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നിങ്ങൾ ബഷീറിന്റെ നാട്ടുകാർ ഓർത്തിരിക്കുക, അദ്ദേഹത്തിന്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ എന്നല്ല, അദ്ദേഹത്തിന്റെ പേര് കൊച്ചു മുഹമ്മദ്. കൊച്ചു മുഹമ്മദ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും തിരുവിതാംകൂർ രാജാവിനെതിരായിട്ടും കൊച്ചി രാജാവിനെതിരായിട്ടൊക്കെ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി സ്വീകരിച്ച തൂലികാ നാമമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ഇത് ആരാധ പോലീസിന് അറിയുന്നില്ല. കാരണം 1930 കണ്ണൂർ ജയിലിൽ കിടന്നിട്ട് ഗാന്ധി ഇർവിൻ സന്ധി അനുസരിച്ച് വിട്ടയച്ചപ്പോ പുറത്തു പോകുന്ന ആളാ ബഷീർ. എന്നെ അടിക്കരുത്, അപ്പോൾ അടിച്ചാ നീ എന്തിവിടെ അടിച്ചാ ഞാൻ കരയും. എന്നിട്ട് പറഞ്ഞു ആ മൊയ്തുമൊലിയെ പോയി അടിച്ചോളാൻ പറഞ്ഞു. എന്താ മൊയ്തുമൊലി കരയില്ല. അദ്ദേഹത്തിന്റെ കൂടെ കിടന്ന് എല്ലാവരും പറഞ്ഞു എന്ത് അടി കിട്ടിയാലും മർദ്ദം കിട്ടിയാലും കരയാത്തൊരുത്തനാണ് മൊയ്തുമൊലി. ബഷീർ പറഞ്ഞ അദ്ദേഹത്തിന് പട്ടിണി കിടക്കാൻ പറ്റും പ്രാക്ടീസ് ഉള്ള ആളാണ്. കാരണം അൽ അമീൻ ലോഡ്ജിൽ കേട്ടോ, അൽ അമീൻ 1924 തൊട്ട് 34 വരെ പ്രവർത്തിച്ച് നിന്ന് കിടന്ന് ഉരുണ്ടു പോയൊരു പത്രമാണ് അൽ അമീൻ. അൽ അമീൻ എന്നുള്ള പത്രത്തിന്റെ പേരിന്റെ താഴെ ഒരു വാക്യം ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്: സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും, അത് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കാർക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും. അതിന്റെ അടിയിൽ ഒരു വാക്കുകൂടിയുണ്ട്, വിശുദ്ധ ഖുർആൻ. ഒരു ഖുർആൻ വചനം. പറയാത്തൊരു കാര്യം അദ്ദേഹം പറയാതെ എനിക്ക് മനസ്സിലായത് കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോ ബഷീറിനോട് ഇപ്പോ താരതമ്യപ്പെടുത്താവുന്ന ഒരു കലാകാരനാണ് ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. എന്താ വചനം? ഞാൻ മഴയിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നു, കാരണം ഞാൻ കരയുന്നത് മറ്റാരും കാണുകയില്ല. പിന്നെ ബഷീർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ല. എന്നോട് എത്രയോ വട്ടം ബഷീർ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വെടികൊണ്ട് മരിച്ച ആളാണ് ഗാന്ധി. അപ്പോ അദ്ദേഹം മതപരമായ വർഗീയത, ജാതിപരമായ വിവേചനം, ഹിംസ, അക്രമം ഇതൊക്കെ കാണിക്കുന്നതിനെതിരായിട്ട് നടത്തിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേറെ ഒരു ഭാഗമാണ് ഈ കഥാരചന എന്ന് പറയുന്നത്. അദ്ദേഹം പറയും എഴുത്തു തൊഴിലാളിന്ന് പറയാം. ഇതൊരു പ്രത്യേകിച്ച് സയന്റിഫിക് എന്നുള്ളതായിട്ട് പറയും. ഞാനിവിടെ വന്നിട്ട് വൈക്കം ബഷീർ പഠിച്ച സ്കൂൾ അന്വേഷിച്ച ബാബു എന്നോട് പറഞ്ഞു, കാരശ്ശേരി അതൊക്കെ എടുത്തുപോയി. ഇത് സംഭവിച്ചത് അദ്ദേഹം അവിടെ ചെന്നിരിക്കുന്നു, നീ എന്തിനാ അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ അടിക്കുന്നു. ഓരോ ദിവസം അടി കിട്ടും. ഒരിക്കൽ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഇനി നീ ആ പന്തലിൽ പോയാൽ നിനക്കെന്താ അവിടെ കാര്യം? ആ പന്തലിൽ പോയാൽ എന്റെ സ്കൂളിൽ പുറത്താക്കും. അമ്മ എന്നുള്ള കഥയിൽ പറയാം, ഞാൻ പിറ്റേന്നും പോയി, അതിന് മാറ്റിയില്ല. അപ്പൊ ഞാൻ അബുവിനോട് അബു പറഞ്ഞു പുറത്താക്കി, പക്ഷെ ഇത് എഴുതിയില്ല. അപ്പോ ഐക്യത്തെ ശിവക്ഷേത്രത്തിന്റെ വഴി, അതിന്റെ ചുറ്റുപാടുള്ള വഴിയിലൂടെ കാക്കയ്ക്കും പൂച്ചയ്ക്കും പന്നിക്കും പട്ടിക്കും പോവാം, അധകൃതനാണ് എന്ന് നിങ്ങൾ പേര് വിളിച്ചതിന്റെ പേരിൽ മനുഷ്യന് നടക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു സമരം കേട്ടോ. ഐക്യത്തിന്റെ പേര് അഖിലേന്ത്യാ പ്രസിദ്ധമായി തീർന്ന അങ്ങനെയാണ് അന്ന് കേട്ടോ. ഇന്നിപ്പോ അത് നോക്കാൻ വേണ്ടി പറയാണ്, അന്ന് ഇവിടെ വന്ന ഒരുത്തിന്റെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ. ഇത് നേതൃത്വം കൊടുത്ത ആൾ കോഴിക്കോട് പോരാണ്, കെ പി കേശവൻ. ഞാൻ പോയിട്ട് വരാം, എനിക്ക് എവിടെ പോകുന്നു? മീൻ വാങ്ങാൻ പോവാം. ഞാനും വരാം. ഞങ്ങൾ വേപ്പൂർ അതിൽ മീൻ വാങ്ങാം. ഒരു 10 അടി നടന്നപ്പോ ഞാൻ നോക്കിയപ്പോ അതിന് ചെരുപ്പ്, അവന് ചെരുപ്പിട്ടില്ലല്ലോ. ആ വാ, അങ്ങനെ ഞങ്ങൾ പോയി മീനൊക്കെ വാങ്ങി വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇദ്ദേഹത്തിന് ചെരുപ്പ് സാധനം. ഞാൻ ചോദിച്ചു, ബഷീറിന് ചെരുപ്പില്ല? ഇന്നൊക്കെ ചോദിച്ചോ? അപ്പൊ നോക്കി ചെരുപ്പില്ല. എന്താ? അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാല് ചിലപ്പോ മറുപടി പറയില്ല. ചിലപ്പോ 2-3 മിനിറ്റ് വരാതില്ല. സാറേ, എനിക്ക് ചെരുപ്പിട്ട് ഈ ഭൂമിയിൽ ചവിട്ടാൻ പറ്റുമോ? ഉപനിഷത്തിലുണ്ട്, അല്ലയോ ഭൂമാതാവേ, ഞങ്ങളുടെ പാദസ്പർശം അവിടുന്ന് ക്ഷമിക്കണമേ. അതൊന്നും വായിച്ചു പഠിച്ച ആളല്ല ബഷീർ. അപ്പോ ഞാൻ അമ്പരുന്നു, കാരണം മഹാത്മാഗാന്ധിക്ക് ചെരുപ്പുണ്ട്. മഹാത്മാഗാന്ധി
സൗത്ത് ആഫ്രിക്കയിൽ ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ച ഒരു പണി ചെരുപ്പുണ്ടാക്കി. എന്നിട്ട് എന്തേ ചെയ്തെന്താ? അവിടുത്തെ ജയിലിന്റെ വലിയ മേലധികാരി ജനറൽ സ്മട്സ് ജയിലും ഒരിക്കലും മോചനം കിട്ടിയപ്പോ ഗാന്ധി ഒരു പൊതി അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തു. ഇതെന്താന്ന് ചോദിച്ചു സ്മട്സ്. ഇത് അങ്ങേക്കുള്ള എന്റെ ഒരു സമ്മാനമാണ്. എന്ത് സമ്മാനം? ഒന്നുമില്ല, എന്റെ കൈകൊണ്ട് തുന്നിയ ചെരുപ്പാണ്. സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയമുള്ളവരെ, സമയം കഴിയാറായി എന്നറിയാം. 12 മണി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാടൊന്നും സംസാരിക്കാൻ ഇപ്പൊ കഴിയില്ല. എങ്കിൽ പോലും ചടങ്ങിൽ ബാല്യകാല സഖിയുടെ 80-ാം പിറന്നാൾ പതിപ്പ് കിളിരൂർ രാധാകൃഷ്ണനും എം.എൻ. കാരശ്ശേരിയുടെ ബഷീറിന്റെ പൂങ്കാവനം എന്ന പുസ്തകം മുല്ലക്കര രത്നാകരനും കെ.എ. ബീനയുടെ ബഷീർ എന്ന അനുഗ്രഹം എന്ന പുസ്തകം ഡോക്ടർ എസ് ലാലിമോളും തമ്പി ആന്റണിയുടെ ഏകാന്തതയുടെ നിമിഷങ്ങൾ എന്ന പുസ്തകം ഡോക്ടർ പോൾ മണലിലും പ്രകാശനം നടത്തുകയുണ്ടായി. കൂടെ മറ്റു പല പ്രമുഖ വ്യക്തികളുടെ പുസ്തക പ്രകാശനവും നടന്നു. ബഷീറിന്റെ കളിക്കൂട്ടുകാരനായിരുന്ന വൈദ്യശാലയിലെ വൈദ്യർ, ഒരുപക്ഷെ കാരശ്ശേരി മാഷ് കേട്ട് കാണും വൈദ്യശാലയിലെ വൈദ്യരെ കുറിച്ച്. അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് ഡോക്ടർ എസ് പ്രീതൻ. ലോക സാഹിത്യത്തിൽ ഏറ്റവും വലിയ കാൽപ്പനികനായിരുന്നു ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. അതുപോലെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ കാൽപ്പനികനും ഏറ്റവും വലിയ ഒരു എഴുത്തുകാരനും, അങ്ങനെ ആ ഒരു നമ്മുടെ വായനയെ ഒരു കാൽപ്പനിക ലോകത്തേക്ക് എത്തിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ഈ നാട്ടുകാരനാണെന്നുള്ളതിൽ ഏറ്റവും വലിയ അഭിമാനമാണ്. ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന് എഴുതിയ ബഷീറിൻ്റെ ഈ ബഷീറിയൻ എഴുത്തിന് എന്തൊരു എഴുത്തെന്ന് നമ്മൾ ഓരോ വായനയിലും നമുക്ക് തോന്നും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുനർവായിക്കപ്പെടുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാരശ്ശേരി മാഷിനെയും മുല്ലക്കര രത്നാകരൻ സാറിനെയും അതുപോലെ തന്നെ സിനിമാ നടനും എഴുത്തുകാരനും ആക്ടിവിസ്റ്റും ഒക്കെയായ തമ്പി ആന്റണി സാറിനെയും അതുപോലെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളെയും നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ അടുത്ത ബഷീർ ദിനത്തിനായി കാത്തിരിക്കുന്നു. നന്ദി.